ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. എന്താണ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്? AC circuit containing inductor only is termed as pure inductive circuit. അപ്പോൾ അതിനു വേണ്ടി കൺസിഡർ an AC circuit having an inductor of inductance L is connected to an AC voltage source E is equal to E0 sin omega t. Okay, let I be the current through the circuit. Okay, at any instant. അപ്പോൾ ജനറലായിട്ട് കറണ്ടിനെ I എന്ന് വിളിച്ചു. നമുക്ക് ആ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. ഇങ്ങനെയായിരിക്കും സർക്യൂട്ട് ഉണ്ടാവുക. ഒരു AC സോഴ്സ്, പിന്നെ ഒരു ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് L, AC സോഴ്സിൻ്റെ വോൾട്ടേജ് E is equal to E0 sin omega t. ഓക്കെ, I. അതിൻ്റെ ഡയറക്ഷൻ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല കാരണം അത് AC ആണ്. ഓക്കെ, പിന്നെ ഇനി എന്താ, സപ്പോസ് if a current I passes through the inductor coil. ഇൻഡക്ടർ കോയിലിൻ്റെ ഉള്ളിലൂടെ I കറണ്ട് പാസ് ചെയ്താൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്ലക്സ് എന്താണ്? ഫ്ലക്സ് ഡെവലപ്ഡ് ഈക്വൽ ടു Li. ഓക്കെ, if the current is varying, if the current is varying, കറണ്ട് വേരിയിങ് കറണ്ട് ആണെങ്കിൽ ടൈമിനനുസരിച്ച് കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഈ ഫ്ലക്സിൽ സ്വാഭാവികമായിട്ട് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇൻഡക്ടർ കോയിലിൽ എന്തായാലും ഒരു EMF ഡെവലപ്പ് ചെയ്യും. ആ EMF ആണ് എന്ത്? E is equal to by Faraday's law of electromagnetic induction, E is equal to minus d phi by dt. ഈ ഫൈൻ്റെ സ്ഥാനത്ത് മൈനസ് d by dt ഓഫ് ഫൈൻ്റെ സ്ഥാനത്ത് Li കൊടുത്താൽ എന്താവും? L കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് LdI by dt. ഓക്കെ, ഇവിടെ കറണ്ട് DC കറണ്ട് ആണെങ്കിൽ ഇത് 0 ആയിരിക്കും, di by dt 0 ആയിരിക്കും. ഇപ്പോൾ AC ആയതുകൊണ്ട് വേരിയിങ് കറണ്ട് ആണ്, അതുകൊണ്ട് ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും. ദിസ് ഇൻഡ്യൂസ്ഡ് ഈ ഇൻഡ്യൂസ്ഡ് EMF എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ബട്ട് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് but opposite in direction to the applied EMF. അപ്പോൾ ഈ സർക്യൂട്ടിൽ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന EMF എന്തായിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? E is equal to മൈനസ് E എഴുതി കൂടെ? ഇവിടെ ഡെവലപ്പ് ചെയ്ത EMF ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്ന് കാണിക്കാൻ ഒരു മൈനസ് സൈന്. B എന്ന് പറഞ്ഞാൽ മൈനസ് L ഇൻറ്റു DI by dt, മൈനസ് ഓഫ് മൈനസ് L DI by dt. ഓക്കെ, E is equal to L DI by dt. നമ്മൾ Lന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. E is equal to
ഈക്വൽ ടു എന്താണ് E0 സൈൻ ഒമേഗ ടി ഈക്വൽ ടു LdI/dt. ടൈമിൻ്റെ പാർട്ടിനെ ഒരു ഭാഗത്ത് കൊണ്ടുപോകുക. എന്ത് ചെയ്തു റീഅറേഞ്ച് ചെയ്താൽ എന്താവും E0/L ഈക്വൽ E0/L സൈൻ ഒമേഗ ടി DT ഈസ് ഈക്വൽ ടു DI. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ E0/L സൈൻ ഒമേഗ ടി DT ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DI. E0/L മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ഈസ് ഈക്വൽ ടു I. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഈസ് ടേക്കൺ 0. ഓക്കെ, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് 0 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. I ഈക്വൽ ടു E0/L ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി. ഇങ്ങനെ എഴുതാം. മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 ആണ്. അതെങ്ങനെ കിട്ടിയത്? മൈനസ് കോസ് ഒമേഗ ടി അല്ലേ? മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് സൈൻ π/2 മൈനസ് ഒമേഗ ടി. ഇങ്ങനെ എഴുതി കൂടെ? ഇങ്ങനെ പറഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവ്. ഓക്കെ, π/2 മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ മൈനസ് സൈൻ ഉള്ളിലേക്ക് എടുക്കുക. സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി അല്ലേ? അപ്പോൾ ഈ സാധനം ഇത് രണ്ടും ഈക്വലാണ്. ഈ മൈനസ് സൈൻ ഉള്ളിലേക്ക് എടുത്താൽ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം എങ്ങനെ കൊടുക്കാം? അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താവും? I ഈസ് ഈക്വൽ ടു E0/L ഒമേഗ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി, വോൾട്ടേജ് അപ്ലൈഡ് നമുക്കറിയാം. ഇനി നമുക്ക് കമ്പയർ ചെയ്യുക ഈ കറണ്ടിന് വോൾട്ടേജിന്, അപ്ലൈഡ് വോൾട്ടേജിന്. കമ്പയറിങ് അപ്ലൈഡ് വോൾട്ടേജ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി വിത്ത് I. ഈ ഐനായിട്ട് കമ്പയർ ചെയ്താൽ എന്താ കിട്ടുക? E0 സൈൻ ഒമേഗ ടി. E0ൻ്റെ പകരം ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, അതൊക്കെ അതുകൊണ്ട് നമുക്ക് ഒരു വിഷയമൊന്നുമില്ല. അത് ഈ കോൺസ്റ്റൻറ്റിനെ നമുക്ക് എന്ത് I0 എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് I0 എന്ന് വിളിച്ചത്? ഇവിടെ സൈനിനും കോസിനൊക്കെ ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഈ ഇത് മാത്രമേ ഇവിടെ ഡയമെൻഷന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളൂ. E0/L ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് ആണെങ്കിൽ ഇത് എന്തായാലും ഡെഫിനറ്റ്ലി I ആയിരിക്കും. അപ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ള അർത്ഥത്തിൽ I0 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് π/2 എന്നാക്കാം. ഈ വാട്ട് ഈസ് I0? വേർ I0 ഈസ് ഈക്വൽ ടു E0/L ഒമേഗ. ഓക്കെ, I0 ഈസ് ഈക്വൽ ടു where I is equal to where I is equal to E0/L omega. Okay, E0/L omega I0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? I equal to I0 sin omega t minus π/2. Now comparing I with E, ഈനെയും ഐനെയും കമ്പയർ ചെയ്താൽ എന്താ കിട്ടുക? ഫേസ് ഫാക്ടർ. ഐയിലെ ഫേസ് ഫാക്ടർ എന്താണ്? ഒരു π/2 സബ്സ്ട്രാക്ട് ചെയ്യണം. അതായത് I lags voltage by a phase factor.
by a phase factor pi by 2. Okay, in pure inductive circuit, current lags EMF അല്ലെങ്കിൽ current lags applied voltage by a phase factor pi by 2. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നു ഈ ഒരു സങ്കല്പം, ഈ ഒരു കൺസെപ്റ്റ്. ഇൻ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് കറണ്ട് ലാഗ് ചെയ്യും. പ്യുവർ കപ്പാസിറ്റീവിൽ എന്താ കിട്ടിയത്? കറണ്ട് ലീഡ് ചെയ്യുന്നതാണ് കിട്ടിയിരുന്നത്. റെസിസ്റ്റീവിലോ കറണ്ടും എന്തെയില്ല, ലീഡിങ്ങും ലാഗിങ്ങും ഒന്നുമില്ല. റെസിസ്റ്റൻസിൽ എന്താണ്, എല്ലാം ഇൻ ഫേസ് ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയഗ്രാം വരച്ചാൽ എന്താ കിട്ടുക? ഇതിപ്പോൾ അപ്ലൈഡ് ഇ എം എഫ് ആണ് നിൽക്കുക, ഇ ആണ് നിൽക്കുക, ഇ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് കാരണം ഇനി കറണ്ടിന് വരക്കാൻ നമ്മൾ ഏത് എടുക്കണ നല്ലത്? ഇത് എടുക്കണാണോ, ഈ ഫോർമുല എടുക്കുന്നതാണോ, ഇത് എടുക്കണാണോ നല്ലത്? രണ്ടെടുത്താലും സെയിം ആണ്. അപ്പം നമുക്ക് ഇത് എടുക്കാം. ഇത് എടുത്താലും എളുപ്പം നമുക്ക് വരക്കാൻ പറ്റും. കോസോമേഗ ടി എന്ന് പറഞ്ഞാൽ മൈനസ് കോസോമേഗ ടി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരിക. ആംപ്ലിറ്റ്യൂഡ് ലാസും കുറയും, കറണ്ട് അല്ലേ. അപ്പോൾ ഇ എം എഫിന് ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും കുറയും ആംപ്ലിറ്റ്യൂഡ്. ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് കറണ്ട്. I = I0 sin omega t minus pi by 2. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, മൈനസ് E0/L ഒമേഗ കോസ് ഒമേഗ ടി, അങ്ങനെയും പറയാം. ഓക്കെ, രണ്ടായാലും സെയിം ആണ്. ഇത് ഒമേഗ ടി ആക്സിസിൽ. അപ്പം ഈ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കാം. നൗ inductive reactance എന്താ നോക്കാം. നമ്മൾ പറഞ്ഞു നമുക്ക് എന്താണ് കറണ്ട് കിട്ടിയത്? I = I0 sin omega t minus pi by 2. ഓക്കെ, എന്താണ് I0? E0/L omega. I0 where I0 = E0/L omega. ഹോംസ് ലോ പ്രകാരം എന്താണ്? I = V/R അല്ലേ. ഇപ്പോൾ മേലെ ഇ എം എഫ് ആണെങ്കിൽ അടിയിൽ എന്താണ്? ഡെഫിനറ്റ്ലി റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ വന്നാലേ ഇവിടെ എന്ത് വരുള്ളൂ? കറണ്ട് വരുള്ളൂ. സോ ഇവിടെ മേലെ വോൾട്ടേജ് ആണ്, ഇവിടെ കറണ്ട് ആണ്. ഡെഫിനറ്റ്ലി L omega have dimension of resistance. It is called inductive reactance. Okay, inductive reactance XL is equal to L omega. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π ന്യൂ. അതിനാണ് നമുക്ക് ഒമേഗ is equal to 2π ന്യൂ എന്ന് പറഞ്ഞാൽ 1/t. അതിനാണ് നമുക്ക് 2π/t ഒക്കെ കിട്ടിയത്. ഓക്കെ, നമുക്ക് ആവശ്യമില്ല അവിടെ നോട്ടെ. ഒമേഗ is equal to 2π ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അങ്ങനെയാണെങ്കിൽ XL എന്ന് പറഞ്ഞാൽ 2πL ന്യൂ. ഓക്കെ, ഫോർ DC സർക്യൂട്ടിൽ ഇൻഡക്ടർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? DC എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ? ന്യൂ എന്ന് പറഞ്ഞാൽ 0 implies XL equal to 0. That is, in DC circuit, inductive reactance is equal to 0. That is, inductor
ഡസ് നോട്ട് ഓഫർ എനി റെസിസ്റ്റൻസ് ഇൻ അല്ലെങ്കിൽ എനി റിയാക്റ്റൻസ്. ഇനി എ സിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് എന്നല്ല, എനി റിയാക്റ്റൻസ് ആ പേരാണ് ഉപയോഗിക്കുക. എനി റിയാക്റ്റൻസ് ഇൻ ഡി സി സർക്യൂട്ട്. അപ്പോൾ ഇൻഡക്ടർ ഉള്ളതും ഇല്ലാത്തതും സെയിം ആണ് ഡി സി സർക്യൂട്ടിൽ. ഫോർ എ സി സർക്യൂട്ട്, എ സി ആണെങ്കിൽ ന്യൂ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ആ കേസിൽ എക്സ് എൽ നോട്ട് ഈക്വൽ ടു 0. എക്സ് എൽ എന്തായിരിക്കും? സം നോൺ സീറോ വാല്യൂ ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻഡക്ടർ provides റിയാക്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് തന്നെയാണ് ഇൻ എ സി സർക്യൂട്ട്. ഓക്കെ, എ സി സർക്യൂട്ടിൽ റിയാക്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതൊരു മെയിൻ ഫാക്റ്റാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. ഇനി പവർ, നമ്മൾ നേരത്തെ കണ്ട പോലെ പവർ എന്താ? പവർ ഇൻസ്റ്റന്റേനിയസ് പവർ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ അല്ല, പവർ ഇൻസ്റ്റന്റേനിയസ് ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞാൽ കറന്റ്, ഇൻസ്റ്റന്റേനിയസ് കറന്റ് ഇൻറ്റു ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. ഓക്കെ, അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഇൻഡക്ടർ കൺസ്യൂം ചെയ്യുന്ന പവറാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് പാസിങ് ത്രൂ ഇൻഡക്ടർ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. നമ്മൾ കൊടുത്താൽ എന്താ? ഐ എന്ന് പറഞ്ഞാൽ -I0 cos ഒമേഗ ടി. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, sin ഒമേഗ ടി -π/2 കൊടുക്കാം. ഇതാവുമ്പോൾ ഒന്നുകൂടി സൗകര്യം, വേഗം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. വി ഇൻസ്റ്റന്റേനിയസ് എന്താ? E0 sin ഒമേഗ ടി, അതായത് അപ്ലൈഡ് വോൾട്ടേജ്, -I0 E0 sin ഒമേഗ ടി cos ഒമേഗ ടി. sin ഒമേഗ ടി cos ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം എന്ത്? sin 2 ഒമേഗ ടി എന്ന് പറഞ്ഞാൽ sin ഒമേഗ ടി cos ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഈ രണ്ടിനും ഇങ്ങോട്ട് ഉണ്ടായാൽ sin ഒമേഗ ടി ബൈ sin 2 ഒമേഗ ടി ബൈ 2 ആവും. sin ഒമേഗ ടി cos ഒമേഗ ടിക്ക് പകരം sin 2 ഒമേഗ ടി ബൈ 2 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ I0 E0 ബൈ 2 sin 2 ഒമേഗ ടി. sin 2 ഒമേഗ ടി. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പവറിൻ്റെ ഫ്രീക്വൻസി എന്താ വരുന്നത്? 2 ഒമേഗ. ഓക്കെ, ആ പവറിൻ്റെ ഇത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0, പിന്നെ π/4 പീക്കായിരിക്കും, π/2 എഗെയിൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് പൈ ആകുമ്പോഴേക്ക് എന്താവും? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. 2π ആകുമ്പോൾ അടുത്ത സൈക്കിൾ കംപ്ലീറ്റ് ആയി. നേരെ മറിച്ച് വോൾട്ടേജിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു? പൈ ആയപ്പോൾ ഹാഫ് സൈക്കിൾ ആയിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു. അതായത് ഇവിടുത്തെ ഫ്രീക്വൻസിൻ്റെ ഡബിളായി. ഇവിടെ ഒരു സൈക്കിൾ ആകുമ്പോൾ ഇവിടെ 2 സൈക്കിൾ ഉണ്ട്. സോ ഫ്രീക്വൻസി ഓഫ് പവറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 ഒമേഗ ആണ്. ഇനി ആവറേജ് പവർ എന്താ നോക്കാം. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? 1/t 0 to t, ഒരു സൈക്കിളിലെ ആവറേജാണ്. സോ എഫ് ഓഫ് പവർ ഡി ടി. നമ്മൾ പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഒരു പീരീഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് പീരീഡിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി? പവർ കിട്ടും, ഡി ടി.
അത് കൊടുത്താൽ എന്താവും 1/t 0 to t. ഇത് ഇൻസ്റ്റന്റേനിയസ് പവറിൻ്റെ ആവറേജ് നമ്മൾ കാണുകയാണ്. ഓക്കെ, -I0 E0/2 sin 2ωt dt. -I0 E0/2 0 to t sin 2ωt dt. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ആവറേജ് വാല്യൂ ഓഫ് ഇത് ഇവിടെ നോക്കിയിട്ട് തന്നെ പറയാം എന്തായിരിക്കും ആവറേജ് വാല്യൂ. ഇവിടെ സൈൻ ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. I0 E0 t ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ഓൺലി ഇതെന്താണ് സൈനിന്റെ ആവറേജ് എന്താ ഓവർ എ സൈക്കിൾ 0. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ω2π/t എന്ന് കൊടുക്കുക. എന്താവും? ഇവിടെ 0 എന്ന് എഴുതണ്ടെന്നാൽ എന്ത് ചെയ്യുക? -I0 E0/2 ഇതെന്താവും? -cos 2ωt/2ω 0 to t. ω2π/t എന്ന് കൊടുക്കുക. എന്തുകൊണ്ടാണ് വന്നത്? 2π ന്യൂ എന്ന് പറഞ്ഞാൽ 1/t. അങ്ങനെ വരുമ്പോൾ ω2π/t എന്ന് കൊടുക്കുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ എന്താവും? P average is equal to 0 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ആവറേജ് പവർ ഈസ് ഇക്വൽ ടു 0. ആവറേജ് പവർ 0 എന്ന് പറഞ്ഞാൽ ആവറേജ് പവർ ഈക്വൽ ടു 0. ആവറേജ് പവർ ഈക്വൽ ടു 0 മീൻസ് ഇത് പവർ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുന്നില്ല. എന്താണ് പവർ? എനർജി ഈ സ്റ്റോർഡ് ഇൻ മാഗ്നെറ്റിക് ഫീൽഡ് ഓഫ് ഇൻഡക്ടർ ആൻഡ് ഇറ്റ് ഈസ് റിലീസ്. എനർജി സ്റ്റോർ ചെയ്യും റിലീസ് ചെയ്യും അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ആവറേജ് പവർ, അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം സ്റ്റോർ ചെയ്യാണ് പിന്നെ റിലീസ് ചെയ്യാണ്. അപ്പോൾ മൊത്തം ഇതാകുമ്പോൾ അതിൻ്റെ സെൻട്രലത്തെ ഒരു വാല്യൂ അല്ലേ വരിക. അപ്പോൾ ഇതെന്താണ്? റിലീസ്ഡ്. ഇറ്റ് ഈസ് therefore it is 0. ഓക്കെ, അതുപോലെ തന്നെ കപ്പാസിറ്ററിന്റെ കേസിലും ആവറേജ് പവർ 0 എന്നാണ് കിട്ടിയത്. ആവറേജ് പവർ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ പവർ എന്ത് ചെയ്യുന്നില്ല? നശിപ്പിക്കപ്പെടുന്നില്ല. എന്ത് ചെയ്തു? പവർ അവിടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകണില്ല. എന്താ ചെയ്യാണ് സംഭവിക്കുന്നത്? എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് കപ്പാസിറ്റർ ആൻഡ് റിലീസ്ഡ് ടു ദ സോഴ്സ്. സോഴ്സിൽ നിന്ന് ആദ്യം എനർജി അബ്സോർബ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും, പിന്നെ അബ്സോർബ് ചെയ്യും, പിന്നെ റിലീസ് ചെയ്യും, അങ്ങനെ നടന്നു കൊടുക്കുക. അതുകൊണ്ടാണ് ആവറേജ് വാല്യൂ 0 എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.